ഗൈസ് ദേ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ കണ്ടോ. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഓക്കെ വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെമ്മീൻ കിള്ളി തുടങ്ങാം. ചെമ്മീൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് എന്തായാലും ആലപ്പുഴ ചേർത്തല ചന്ദരൂരാണ് എൻ്റെ സ്ഥലം. അവിടെ നമുക്ക് ഒരുപാട് ചെമ്മീൻ കിട്ടും. ചെറുപ്പം മുതൽ നമ്മൾ ചെമ്മീൻ, കരിമീൻ, ഞണ്ട് ഇതൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. എനിക്ക് തന്നെ അല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെ. ഞാൻ എൻ്റെ ഒരു രീതിക്ക് എൻ്റെ നാടിന് ആ സമയത്തൊന്ന് പൊക്കി വിട്ടതാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് അതിനി വേവിച്ചെടുക്കണം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വേവിച്ച് കൊടുക്കണമായിരിക്കും ബെറ്റർ, ഫ്രൈ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ കുടംപുളിയും കുറച്ച് വേപ്പിലയും ഒക്കെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പച്ചമുളക് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ്. എൻ്റെ പൊട്ടുകുറുമ്പന് എരിവ് പറ്റില്ല. അപ്പോൾ അത് കാരണം റോസ്റ്റ് ചെയ്തതിൽ നമ്മൾ പച്ചമുളക് ഇട്ടില്ല. പച്ചമുളക് മാൻഡേറ്ററി ആണ്, അത് ഇടുന്നതാണ് നല്ലത്. എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച്, കാരണം നമ്മുടെ ചെമ്മീൻ അടിക്ക് പിടിക്കരുതല്ലോ, നല്ലപോലെ വേകണം. കുട്ടികൾക്ക് അല്ലെങ്കിൽ വയറുവേദന എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതാ നമ്മുടെ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറ്റി നല്ല ആ ഒരു സ്മെല്ലൊക്കെ പുറത്തോട്ട് വരുമ്പോൾ അടിപൊളിയാട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ വെന്തിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്കതിൻ്റെ ഗ്രേവി അടിക്കണം. നമുക്ക് ചെമ്മീൻ റോസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഗ്രേവിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വീണ്ടും നമ്മുടെ പച്ചമുളക് സ്കിപ്പ് ചെയ്തു. ചെറിയ ഉള്ളി, സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഗ്രേവി അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സംഭവങ്ങളെല്ലാം കൂടെ നമുക്ക് വഴട്ടണം. ആദ്യം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ചട്ടി പുതിയതായത് കാരണം അതിൻ്റെ ഒരു സീനുണ്ട് കേട്ടോ. കാര്യം വല്ലാണ്ട് പഴക്കമില്ലാത്ത ചട്ടിയാണ്. അപ്പോൾ ഈ എണ്ണയൊക്കെ നല്ലപോലെ ചൂടാവാനൊക്കെ ഇച്ചിരി ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറിയ ഉള്ളി നമുക്ക് അതിലോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഒനിയൻ ഇടാം. ഓക്കെ, അടിപൊളിയായിട്ടൊന്ന് വഴട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് സവോള കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു സവാള എടുത്തോളൂ, ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ആഡ് ചെയ്തത്. ഇത് നല്ല പോലെ നമുക്ക് വഴട്ടണം. അടിപൊളിയായിട്ട് നമുക്ക് വഴണ്ടാലേ അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം നല്ല പോലെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു തക്കാളി, ചെറിയ തക്കാളി മതി, അല്ലെങ്കിൽ അധികം പുളിയാവും. പുളി ഓൾറെഡി നമ്മൾ കുടംപുളി ആഡ് ചെയ്തതല്ലേ. അപ്പോൾ എന്തായാലും ഗ്രേവിക്ക് നമുക്ക് നല്ല പോലെ വഴട്ടി വന്നിട്ടുണ്ട്. അത് ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആകെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മാത്രമാണ്. കാര്യം കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അവന് വലിയ ഇഷ്ടമാണ് ചെമ്മീൻ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എരിവ് ആഡ് ചെയ്യാത്ത കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളകൊക്കെ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കണ്ടേ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇനി വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എരിവ് മക്കൾക്ക് പറ്റത്തില്ല, വളരെ കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ കറിക്ക് ശകലം കളറൊക്കെ കുറവുണ്ടാകും, എന്നാലും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളുടെ ഇതാണല്ലോ, ടേസ്റ്റ് ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട്, എന്നാലും വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. മസാലയൊക്കെ ആഡ് ചെയ്യണവർക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ വെള്ളം ഞാൻ ഒഴിവാക്കിയില്ല. കാര്യം നമുക്ക് ചെമ്മീൻ വേവിച്ച വെള്ളവും കൂടെ മസാലയ്ക്ക് ഇടുമ്പോഴേക്കും പ്രത്യേക ഒരു രുചി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം കളയാറില്ല കേട്ടോ. അടിപൊളിയായിട്ട് നല്ല രുചിയിൽ കിട്ടും. നമ്മൾ ഒന്ന് കുറുക്കി, ചില ആൾക്കാർക്ക് ഇച്ചിരി ലൂസായിട്ടായിരിക്കും ഗ്രേവി ഇഷ്ടം, ചില ആൾക്കാർക്ക് നല്ല ഡ്രൈ ആവണം. എങ്ങനെ എടുത്താലും ഈ ചെമ്മീൻ റോസ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം, നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.